പ്രിയരെ, കുടുംബം എന്നത് ഒരു കൂട്ടു സംരംഭമാണ്. കൂട്ടുത്തരവാദിത്വമാണ് കുടുംബത്തെ ഇമ്പമുള്ളതാക്കുന്നത്. കുടുംബജീവിതത്തിൻ്റെ ഭദ്രത നിലനിൽക്കാൻ പരസ്പര വിശ്വാസം, അംഗീകാരം, പിന്തുണ ആവശ്യമാണ്. മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് ആൻഡ് സപ്പോർട്ട്. ഏത് സാഹചര്യത്തിലും തന്നെ വിശ്വസിക്കാനും തൻ്റെ കൂടെ നിൽക്കാനും തൻ്റെ ഇണയുണ്ടാകുമെന്ന വിശ്വാസം കുടുംബജീവിതത്തിൻ്റെ കണ്ണികളിലെ വിള്ളലുകൾ ഇല്ലായ്മ ചെയ്യുന്നു. അത്തരം ആളുകൾക്കിടയിൽ സ്നേഹവും ഒരുമയും വർദ്ധിക്കുന്നു. ഏത് സാഹചര്യത്തിലും സന്തോഷത്തോടെ ഒരുമിച്ച് നിൽക്കുവാൻ അവരുടെ മനസ്സുകൾ പാകപ്പെടുന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബജീവിതത്തിൽ അങ്ങനെയുള്ള പരസ്പര വിശ്വാസവും പരസ്പര ബഹുമാനവും പിന്തുണയും ധാരാളം നമുക്ക് കാണാൻ കഴിയും. അത് രണ്ടു പേരുടെ ഭാഗത്തു നിന്നും വേണം. ഭാര്യ ഭർത്താവിനെ പിന്തുണക്കണം. ഭാര്യ ഭർത്താവിനെ പിന്തുണക്കുന്ന പോലെ ഭർത്താവ് ഭാര്യയെയും പിന്തുണക്കണം. മഹദി ഖദീജ റളിയല്ലാഹു അൻഹയും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും നീണ്ടുനിന്ന ആ 25 വർഷത്തെ ദാമ്പത്യ ജീവിതം എന്തൊരു മനോഹരമായിരുന്നു. എത്രയെത്ര പാഠങ്ങളാണ് അവരുടെ ആ ദാമ്പത്യ ജീവിതത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിലെ തൻ്റെ ചുറ്റുമുള്ള ജീവിത സാഹചര്യത്തിൽ മനം മടുത്തിട്ട് ഏകാന്തവാസം ആഗ്രഹിച്ചുകൊണ്ട് മക്ക പട്ടണത്തിൽ നിന്നും ഏകദേശം ഒരു 4 കിലോമീറ്റർ അകലെ നടന്നു പോവുകയാണെങ്കിൽ ഒരു 3 കിലോമീറ്റർ കൂടുതൽ ദൂരത്തുള്ള ജബലുന്നൂർ എന്ന മലയുടെ മുകളിൽ ഒരു മാസക്കാലം ഏകാന്തവാസം അനുഷ്ഠിച്ചപ്പോൾ മഹദി ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ നൽകിയ പിന്തുണ, അവിടുന്ന് നൽകിയ സഹകരണം, അവിടുന്ന് നൽകിയ സ്നേഹ വായ്പ്, അതിന് പകരം വെക്കാൻ മറ്റൊരു പ്രണയ കഥയുമില്ല. ചില സമയങ്ങളിൽ സയ്യിദത്തുന ഖദീജ റളിയല്ലാഹു അൻഹയുടെ ചരിത്രം വായിക്കുമ്പോൾ അറിയാതെ കരഞ്ഞു പോകും. ആലോചിക്കണേ, ജബലുന്നൂർ എന്ന ഈ മല 642 മീറ്റർ ഉയരമാണ്. ഏകദേശം 2100 മീറ്റർ ഉയരം. 1.5 മണിക്കൂറിലേറെ സമയം വേണം മലയുടെ മുകളിലെത്താൻ. അതും ചെങ്കുത്തായ വഴിയിലൂടെ മുകളിലെത്തി 20 മീറ്റർ വേണം. 20 മീറ്റർ താഴോട്ടിറങ്ങിയാലാണ് ഹിറാ ഗുഹയിലെത്തുക. ഇന്ന് നമുക്ക് ഹിറാ ഗുഹയിലേക്കുള്ള പാതയിൽ പല ഭാഗങ്ങളിലായി വിശ്രമത്തിനായി ഇരിപ്പിടങ്ങളും മറ്റും സ്ഥാപിച്ചിട്ടുണ്ട്. അന്ന് അതൊന്നുമില്ലാത്ത ചെങ്കുത്തായ കുന്ന്. ഇന്ന് മല കയറാൻ ചവിട്ടുപടികൾ വെട്ടിയൊതുക്കിയിട്ടുണ്ട്. അന്ന് കുത്തനെയുള്ള ഗിരിശൃംഗം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിറാ ഗുഹയിൽ ഈ ഏകാന്തവാസം അനുഷ്ഠിക്കാൻ പോകുന്നത് അവിടുത്തെ 40ാമത്തെ വയസ്സിലാണ്. അന്ന് മഹദി ഖദീജ റളിയല്ലാഹു അൻഹയുടെ പ്രായം 55. കാരണം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ 25ാമത്തെ വയസ്സിൽ ഖദീജ റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്യുന്ന സമയത്ത് ഖദീജ റളിയല്ലാഹു അൻഹയുടെ പ്രായം 40. 15 വർഷം കഴിഞ്ഞു. മുത്തുനബിക്ക് 40ാമത്തെ വയസ്സാകുന്ന സമയത്ത് ഖദീജ റളിയല്ലാഹു അൻഹയുടെ പ്രായം 55. ആലോചിക്കണം, 55 വയസ്സ് പ്രായമുള്ള മഹദി ഖദീജ റളിയല്ലാഹു അൻഹ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് തൻ്റെ പ്രിയതമന് നൽകിയ പിന്തുണ. ആ ഹിറാ ഗുഹയിലേക്ക് ശാരീരിക അവശതകളും വകവെക്കാതെ ഭക്ഷണവും വെള്ളവും കൊണ്ടുപോയ ചരിത്രം പലതവണ നമ്മൾ കേട്ടിട്ടുണ്ട്. ഒന്ന് മനസ്സിരുത്തി അതൊന്നിങ്ങനെ സങ്കല്പിച്ചു നോക്കൂ. മഹദി ഖദീജ റളിയല്ലാഹു അൻഹ നിരവധി കുട്ടികൾക്ക് ജന്മം നൽകിയ ഉമ്മയാണ്. നബിയെ വിവാഹം കഴിക്കുന്നതിൻ്റെ മുമ്പ് ആദ്യം വിവാഹം കഴിച്ചത് അബൂ ഹാല എന്ന വ്യക്തിയായിരുന്നു. അവരിൽ ഖദീജ റളിയല്ലാഹു അൻഹയ്ക്ക് 2 കുട്ടികളുണ്ടായിരുന്നു. അവർ മരണപ്പെട്ടതിന് ശേഷം അത്തീഖ് എന്ന വ്യക്തിയായിരുന്നു പിന്നീട് കല്യാണം കഴിച്ചത്. അവരിലും മക്കളുണ്ട്. തുടർന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിവാഹം കഴിച്ചു. അതിൽ ഫാത്തിമ ബീവി, സൈനബ് ബീവി, ഉമ്മു കുൽസൂം ബീവി റളിയല്ലാഹു അൻഹും, റുഖിയ ബീവി, ഇവരൊക്കെ മക്കളുണ്ടായിട്ടുണ്ട്.
ഈ ഉമ്മയാണ് 55-ാമത്തെ വയസ്സിൽ ശാരീരിക അവശതകൾ മറികടന്ന് ചെങ്കുത്തായ മലയുടെ പടികൾ കയറിപ്പോകുന്നത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീട്ടിൽ നിന്ന് യാത്ര പോകുന്ന സമയത്ത് മഹദി ഭക്ഷണവും വെള്ളവുമെല്ലാം പാചകം ചെയ്ത് ഒരുക്കി കൊടുക്കും. ചില സമയങ്ങളിൽ ഭക്ഷണം തീർന്നു പോയാൽ മഹദി തന്നെ തയ്യാറാക്കി മക്കയിലെ ഏകദേശം നമ്മൾ പറഞ്ഞു 4 കിലോമീറ്റർ ദൂരമുള്ള അവിടെ വരെ പോയി ആ മല കയറി കൊണ്ടുപോയി കൊടുക്കും. ചില സന്ദർഭങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങോട്ട് ഇറങ്ങി വരും. ചരിത്രത്തിൽ കാണുന്നുണ്ട്, ചില രാത്രികളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ താഴേക്ക് ഇറങ്ങി വരും. ഇന്ന് മസ്ജിദുൽ ഇജാബ എന്ന പള്ളി സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലം, ആ സ്ഥലത്ത് അന്ന് ഇത്തരം ഒരു പള്ളിയില്ല, പകരം വിജനമായ സ്ഥലമാണ്. ഏകദേശം ആ സ്ഥലത്ത് 1.5 കിലോമീറ്റർ വേണം ഹിറാ ഗുഹയിൽ നിന്നും ജബലുന്നൂർ മലയിൽ നിന്നും ഇറങ്ങി വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആ സ്ഥലത്ത് എത്താൻ. ഖദീജ റളിയല്ലാഹു അൻഹ തൻ്റെ വീട്ടിൽ നിന്നും ഇറങ്ങി ഏകദേശം 1.5 കിലോമീറ്റർ നടന്നിട്ട് വേണം ഈ സ്ഥലത്തെത്താൻ. രണ്ടുപേരും അവിടെ വെച്ച് രാത്രി സംഗമിക്കും. അവിടെ രാത്രി അവർ കഴിഞ്ഞുകൂടും. രാത്രി കഴിഞ്ഞ് പുലർച്ചെയാകുന്ന സമയത്ത് വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സ്ഥലത്ത് നിന്നും വീണ്ടും ഹിറാ ഗുഹയിലേക്ക് കയറിപ്പോകും. ഖദീജ റളിയല്ലാഹു അൻഹ വീട്ടിലേക്ക് തന്നെ മടങ്ങിപ്പോകും. ഇങ്ങനെ ഖദീജ റളിയല്ലാഹു അൻഹയ്ക്ക് നമുക്കറിയാം, നല്ല കുലീനമായ ഗോത്രത്തിൽ, തറവാട്ടിൽ ധാരാളം സമ്പത്തും വേണ്ടത്ര പരിചാരകരുമുള്ള ധനിക കുടുംബത്തിലെ വ്യാപാര പ്രമുഖയായിരുന്നു ഖദീജ റളിയല്ലാഹു അൻഹ. വേണമെങ്കിൽ ഈ ഭക്ഷണവുമായി മറ്റുള്ളവരെ പറഞ്ഞേക്കാമായിരുന്നു, കൊണ്ടുപോകാൻ ഡെലിഗേഷൻ ചെയ്യാമായിരുന്നു. എന്നാൽ ആ ദൗത്യം മറ്റാരെയും ഏൽപ്പിക്കാതെ സ്വയം ഏറ്റെടുക്കുകയായിരുന്നു. ജബലുന്നൂറിൻ്റെ പടികൾ കയറുമ്പോൾ ഓരോ സത്യവിശ്വാസിയും നമ്മൾ മഹദിയുടെ ആ ത്യാഗം, തിരുദൂതരോടുള്ള സ്നേഹം, തൻ്റെ പ്രിയതമയോടുള്ള കരുതൽ നമ്മൾക്ക് അറിയാതെ തികട്ടി വരും. കാരണം കേവലം ഒരു ഭാര്യ എന്നതിനപ്പുറത്ത് ഉമ്മയില്ലാത്ത നബിക്ക് വാത്സല്യനിധിയായ ഒരു ഉമ്മയെപ്പോലെ, സഹോദരിമാരില്ലാത്ത നബിക്ക് ഒരു തുണയേകുന്നൊരു സഹോദരിയെപ്പോലെയായിരുന്നു മഹദി ജീവിച്ചത്. അങ്ങനെ മഹദി ഈ മല കയറിപ്പോയി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഭക്ഷണം നൽകുന്നു, അവിടുന്ന് താലോലിക്കുന്നു, ആശ്വസിപ്പിക്കുന്നു. നോക്കൂ, എന്തൊരു മനോഹരമായിട്ടുള്ള കുടുംബജീവിതം. ഖദീജ റളിയല്ലാഹു അൻഹയുടെ ഈ സ്നേഹധർമ്മത്തിന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നും കടപ്പെട്ടിരുന്നു. ഖദീജ റളിയല്ലാഹു അൻഹയുടെ മരണത്തിന് ശേഷവും നന്ദിയോടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് ഓർക്കാറുണ്ടായിരുന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖദീജ ബീവിയെ വിവാഹം ചെയ്യുന്ന സമയത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അത്ര സാമ്പത്തികമായിട്ട് കഴിവൊന്നുമില്ലായിരുന്നു. അതിനാൽ തന്നെ മക്കയിലെ പല പ്രമുഖരും കളിയാക്കാറുണ്ടായിരുന്നു, ധനികനല്ലാത്ത മുഹമ്മദിനെയാണ് ഖദീജ വിവാഹം ചെയ്തത് എന്നൊക്കെ മോശമായ രൂപത്തിൽ അവർ സംസാരിക്കാൻ തുടങ്ങിയിരുന്നു. ഇവിടെ ഖദീജ റളിയല്ലാഹു അൻഹ മക്കയിലെ ആ പ്രമാണിമാർക്കെല്ലാം മറുപടി നൽകിയത് ശ്രദ്ധേയമാണ്. ഒരു ദിവസം അവരെ എല്ലാവരെയും ഒരു സഭയിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് തൻ്റെ സമ്പത്തെല്ലാം എൻ്റെ പ്രിയതമന് ഞാനിതാ നൽകുന്നു എന്ന് അവിടെ വെച്ച് അവർ പ്രഖ്യാപിച്ചു. അതിനാൽ ഇനി ഞാനാണ് സമ്പത്തില്ലാത്തവളെന്ന് പറയുകൂടി ചെയ്തപ്പോൾ അക്ഷരാർത്ഥത്തിൽ അന്നത്തെ വിമർശകരുടെ നാവിറങ്ങിപ്പോവുകയാണ് ഉണ്ടായത്. അങ്ങനെയാണ് മഹദി ഖദീജ റളിയല്ലാഹു അൻഹ കുബറയായത്, ഉന്നത സ്ഥാനമുള്ള മഹദിയായത്. അത്തരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിഗണിച്ചും പിന്തുണച്ചും മുന്നോട്ട് പോയപ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആല തന്നെ ഖദീജ റളിയല്ലാഹു അൻഹയെ അനുഗ്രഹിച്ചു. നമ്മുടെ ഉമ്മയായ ഹവ്വ ബീവി റളിയല്ലാഹു അൻഹ മുതൽ ഇന്നേ വരെയുള്ള ഒരു സ്ത്രീക്കും
നൽകാത്ത ഒരു പരിഗണന അള്ളാഹു ഖദീജ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് നൽകിയിട്ടുണ്ട്. അതെന്താണ്? അള്ളാഹു നേരിട്ട് ഖദീജ ബീവി റളിയല്ലാഹു അൻഹയോട് സലാം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊരു ഭാഗ്യം ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹ തൊട്ട് ഇന്നേ വരെ ഒരു സ്ത്രീക്കും ലഭ്യമായിട്ടില്ല. ചരിത്രം ഇങ്ങനെയാണ്. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ വീട്ടിലിരിക്കുന്ന സമയത്ത് മഹദി ഖദീജ റളിയല്ലാഹു അൻഹ ഒരു പാത്രത്തിൽ ഭക്ഷണം, ഒരു പാത്രത്തിൽ അതിനുള്ള കൂട്ടാൻ, ഒരു പാത്രത്തിലുള്ള വെള്ളം എല്ലാമായിട്ട് വരികയാണ്. നബി തങ്ങൾ അടുക്കൽ എത്തിയിട്ടില്ല. അതിൻ്റെ തൊട്ട് മുമ്പായിക്കൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, നബിയെ, അങ്ങയുടെ അടുക്കലേക്ക് മഹദി ഖദീജ റളിയല്ലാഹു അൻഹ കടന്നു വരുന്നുണ്ട്. അവർ നിങ്ങൾക്കുള്ള ഭക്ഷണവുമായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് ഫഖ്റഇഹാ അസ്സലാം മിൻ റബ്ബിഹാ വമിന്നി വബശ്ശിർഹാ ബിബൈത്തിൻ ഫിൽ ജന്ന മിൻ ഖസബിൻ. മുത്തുനബിയെ, നിങ്ങൾ അവരോട് പറയണം, സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ സലാം അവർക്കുണ്ട്, എൻ്റെ സലാമും നിങ്ങൾ അവരെ അറിയിക്കണം. ഫഖ്റഇഹാ അസ്സലാം മിൻ റബ്ബിഹാ. അവരുടെ രക്ഷിതാവായ അള്ളാഹുവിൻ്റെ പക്കലിൽ നിന്നുള്ള സലാം അവർക്കുണ്ട്, എൻ്റെ സലാമും അവരെ നിങ്ങൾ അറിയിക്കണം. സയ്യിദുന ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ സലാം ആയിഷ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് അറിയിച്ച ചരിത്രം ഹദീസുകളിൽ ധാരാളം നമുക്ക് കാണാൻ കഴിയും. എന്നാൽ അള്ളാഹുവിൻ്റെയും ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെയും സലാം ഖദീജ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് ലഭിക്കുന്നു. ഖദീജ റളിയല്ലാഹു അൻഹ ഭക്ഷണമായി വന്നു. ഭക്ഷണം താഴെ വെച്ച സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അള്ളാഹു നിങ്ങളോട് സലാം പറഞ്ഞിട്ടുണ്ട്, ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാമും നിങ്ങളോട് സലാം പറഞ്ഞിട്ടുണ്ട്. ഈ സമയത്ത് മഹദി എന്താണ് അള്ളാഹു എന്നോട് സലാം പറഞ്ഞാൽ ഞാൻ തിരിച്ചു പറയുക എന്നൊരു ചോദ്യമൊന്നും ചോദിച്ചിട്ടില്ല. പകരം വളരെ മനോഹരമായിട്ട് ആ സലാമിന് മറുപടി നൽകി. മഹദി ഖദീജ റളിയല്ലാഹു അൻഹയുടെ ബുദ്ധിയുടെയും ഇൽമിൻ്റെയും മഹത്വമാണത്. മഹദി പറഞ്ഞു, ഇന്നല്ലാഹ ഹുവസ്സലാം വഅലാ ജിബ്രീൽ അസ്സലാം വഅലൈക്കസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു യാ റസൂലല്ലാഹ്. ഇന്നല്ലാഹ ഹുവസ്സലാം വഅലാ ജിബ്രീൽ അസ്സലാം വഅലൈക്കസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു യാ റസൂലല്ലാഹ്. അള്ളാഹുവിനും ജിബ്രീൽ അലൈഹി ഇസ്ലാമിൻ്റെയും മുത്തുനബി തങ്ങളുടെയും ആ സലാം അവർ മടക്കുകയും ചെയ്തു. നോക്കൂ, ജീവിതത്തിൽ മഹദി ഖദീജ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൽകിയ ആ പിന്തുണ തിരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതത്തിലുടനീളം ആ പിന്തുണ തിരിച്ചും നൽകിയിട്ടുണ്ട്. മഹദി ഖദീജ റളിയല്ലാഹു അൻഹയുടെ മരണത്തിന് ശേഷവും നൽകിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ആ ചരിത്രം നമുക്ക് തുടർന്നുള്ള ദിവസങ്ങളിൽ ചർച്ച ചെയ്യാം. അള്ളാഹു നമ്മുടെ കുടുംബബന്ധം സുദൃഢമാക്കി തരട്ടെ. നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ അള്ളാഹു നല്ല ഭദ്രത നിലനിർത്തി തരട്ടെ. ആമീൻ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.